നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൻ. ഇന്ന് സെപ്റ്റംബർ 20, 2024 വെള്ളി. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവി നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ്. അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. സസ്പെൻഷനിൽ തുടർന്ന മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടായേക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ അതൃപ്തി പരസ്യമാക്കി ഇന്നലെ CPI പരസ്യമായി രംഗത്ത് വന്നിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണം പോലും ഇല്ലെന്നിരിക്കെ ADGPയെ പുറത്താക്കണമെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ CPI നേതാവ് പ്രകാശ് ബാബു തുറന്നടിച്ചിരുന്നു. ഷുക്കൂർ വധക്കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിയ CBI കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊലയാളികളും കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരും ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനലുകളും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് P. ജയരാജനെ പുറത്താക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് ബൽറാം ആവശ്യപ്പെട്ടു. അരിയിൽ ഷുക്കൂർ എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്ന ജയരാജന് ആ പദവിയിലിരിക്കാൻ അർഹതയില്ലെന്ന് ബൽറാം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ്. ഇതോടെ ആകെ 37 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്നലെ പുതുതായി 2 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവർ ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ്. മലപ്പുറത്ത് 7 പേർക്ക് നിപ്പ രോഗ ലക്ഷണങ്ങളെന്ന് മന്ത്രി വീണ ജോർജ്. സമ്പർക്ക പട്ടികയിൽ 267 പേരാണുള്ളത്. ഇതിൽ 37 സാമ്പിളുകൾ നെഗറ്റീവാണ്. മറ്റുള്ള സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും. നിപ്പ ഇനി രണ്ടാമതൊരാൾക്കില്ലെന്ന് ഉറപ്പിക്കാനാണ് ജാഗ്രത പാലിക്കുന്നതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് തുടങ്ങിയേക്കും. ട്രജർ ഇന്ന് രാവിലെ 8 മണിയോടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തിക്കാമെന്നാണ് കണക്കൂട്ടൽ. ഈ ട്രജർ നിശ്ചിത സ്ഥലത്ത് ഉറപ്പിക്കാൻ 4-5 മണിക്കൂർ വേണ്ടിവരും. നാവികസേനയുടെ ഡ്രൈവർമാർ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്ത തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഊരി പ്രതിഷേധിച്ചു. ബന്ധുക്കളുടെ പേരുള്ള മുഴുവൻ നിക്ഷേപ തുകയെ 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന ബാങ്ക് നിലപാട് സ്വീകരിച്ചതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഉരിഞ്ഞ് മാറ്റി പ്രതിഷേധിച്ചത്. കഥാകൃത്തിന് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ സംവിധായകൻ VK പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ ഹൈക്കോടതി VK പ്രകാശിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. തനിക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രതികരിച്ച് നടൻ ജയസൂര്യ കേസ് കോടതിയിലായതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അഭിഭാഷകൻ പറയുന്ന ദിവസം മാധ്യമങ്ങളെ കാണുമെന്നും എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും ജയസൂര്യ പറഞ്ഞു. കഴിഞ്ഞ 1 മാസമായി അമേരിക്കയിലായിരുന്ന ജയസൂര്യ തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വൈദ്യുതി ബില്ല് മലയാളത്തിലാക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അദാലത്തിൽ ആവശ്യം ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ ബില്ലുകൾ മലയാളത്തിൽ നൽകി തുടങ്ങി. ഇംഗ്ലീഷിലെ ബില്ലുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന പരാതി തുടർന്നാണ് നടപടി. മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ബില്ല് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നൽകും. വാക്ക് പറഞ്ഞ് പറ്റിച്ചെന്ന പരാതിയിൽ ടൂർ ഏജൻസിക്കെതിരെ നടപടി. ട്രാവൽ വിഷൻ ഹോളിഡേയ്സ് എന്ന സ്ഥാപനത്തോട് 70,000 രൂപ പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകാനും 3,000 രൂപ കോടതി ചെലവായി നൽകാനും എറണാകുളം ഉപഭോക്തൃ തർക്കപരിഹാര കോടതി വിധിച്ചു. മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഗുണഭോക്താക്കളുടെ KYC അപ്ഡേഷൻ ആരംഭിച്ചു. സെപ്റ്റംബർ 24 വരെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലക്കാർക്കും ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലയിലുള്ളവർക്കും അപ്ഡേഷൻ നടത്താം. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം പുനലൂർ സ്വദേശി സൂരജ് പണിക്കറാണ് മരിച്ചത്. മത്തിക്കരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായ ഇടത്തുനിന്ന് മാറ്റി സൂരജിനെ രക്ഷപ്പെടുത്തുന്നതിൽ ആശുപത്രിക്ക് വീഴ്ച ഉണ്ടായെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആലപ്പുഴയിലെ സുഭദ്ര കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശർമ്മളയെയും മാത്യൂസിനെയും ഒറ്റയ്ക്ക് എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കുഴഞ്ഞു വീണ് മരിച്ച ഏണസ്റ്റ് ആൻഡ് യങ് ജീവനക്കാരി അന്ന സെബാസ്റ്റിന്റെ വീട്ടിൽ കമ്പനി അധികൃതരെത്തി. അമിത ജോലിഭാരം മൂലമാണ് അന്നയുടെ മരണമെന്ന ആരോപണം നിലനിൽക്കെയാണ് കമ്പനി അധികൃതർ അന്നയുടെ കൊച്ചിയിലെ വീട്ടിലെത്തിയത്. അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ.
കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാൾ ജൂനിയർ ഡോക്ടർമാർ കഴിഞ്ഞ 41 ദിവസമായി തുടരുന്ന പണിമുടക്ക് ഭാഗികമായി പിൻവലിച്ചു. ഡോക്ടർമാർ നാളെ മുതൽ അത്യാഹിത വിഭാഗത്തിൽ തിരികെ ഡ്യൂട്ടി കയറുമെന്നും അറിയിച്ചു. അതേസമയം OP ബഹിഷ്കരണം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് കൊൽക്കത്തയിൽ റാലി നടത്തി ഇപ്പോഴത്തെ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കടുത്ത സമരത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് ഡോക്ടർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിട്ടുമുണ്ട്. RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ഡോക്ടർ രജിസ്ട്രേഷൻ റദ്ദാക്കി. തിരുപ്പതിയിൽ പ്രസാദവുമായി നൽകുന്ന ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പെന്ന് റിപ്പോർട്ടുകൾ. നെയ്യിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ YSR കോൺഗ്രസിനെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു രംഗത്തെത്തി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ തോമസ് അമേരിക്കയിൽ നിര്യാതനായി. വാഷിംഗ്ടൺ ഇന്ത്യൻ എംബസിയിൽ ബുധനാഴ്ച രാത്രിയാണ് മരിച്ചത്. അമേരിക്കയിൽ ഇന്ത്യൻ എംബസിയിലെ അറ്റാഷോ ആയിരുന്നു. രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യ സഹോദരനാണ് മരിച്ച തോമസ്. ഒരു കാലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞ ജമ്മു കാശ്മീർ ജനതയുടെ കയ്യിൽ ഇപ്പോൾ പുസ്തകങ്ങളും പേനകളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിക്കെതിരെ തീവ്രവാദി പരാമർശത്തിൽ കർണാടക PCC ഭാരവാഹികളുടെ പരാതി പ്രകാരം കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെതിരെ കേസെടുത്തു. രാജസ്ഥാനിലെ അസിസ്റ്റന്റ് കളക്ടർ മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ചു കുടുംബം. ജോധ്പൂരിലെ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ അപാകതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മോശമായ റോഡുകളുടെ പേരിൽ ഏജൻസികളെയും കരാറുകാരെയും രൂക്ഷമായി വിമർശിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മോശമായി പ്രവർത്തിക്കുന്നവരുടെ ബാങ്ക് ഗ്യാരണ്ടി കണ്ടുകെട്ടുമെന്നും പുതിയ ടെൻഡറുകൾക്ക് അപേക്ഷിക്കാൻ ഇവരെ അനുവദിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളിൽ നിന്ന് ഇന്ത്യ വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ രാജ്യത്തിനുള്ളിൽ തന്നെയാണെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റെയിൽ പാളത്തിന് കുറുകെ വെച്ച നിലയിൽ 6 മീറ്റർ നീളമുള്ള ഇരുമ്പ് തൂൺ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ ബിലാസ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനും ഉത്തരാഖണ്ഡിലെ ദ്രുതപൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് പാളത്തിൽ ഇരുമ്പ് തൂൺ കണ്ടെത്തിയത്. പാളത്തുനിന്ന് ഇരുമ്പ് തൂൺ നീക്കം ചെയ്ത ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നതെന്നും റെയിൽവേ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ റഷ്യൻ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നതായി ഇസ്രായേലി പൗരൻ അറസ്റ്റിൽ. തുർക്കിയുമായുള്ള ബന്ധമുള്ള വ്യവസായിയാണ് ഇസ്രായേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. തങ്ങൾ വലിയ തിരിച്ചടി നേരിട്ടുവെന്നും പേജർ ആക്രമണത്തോടെ ഇസ്രായേൽ അവരുടെ സകല സീമകളും ലംഘിച്ചിരിക്കുന്നുവെന്നും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല എല്ലാ നിയമങ്ങൾക്കും ധാർമ്മികതയ്ക്കും അപ്പുറത്ത് ശത്രു കടന്നിരിക്കുന്നുവെന്നും ഇസ്രായേൽ നടപടി യുദ്ധപ്രഖ്യാപനമാണെന്നും നസ്രല്ല കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ ഇന്നലെ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ടെലിവിഷൻ ചാനലിലൂടെ അഭിസംബോധന നടത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ആക്രമണം ആരംഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിനെതിരെ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. 1-ാം ദിനം അവസാനം നിൽക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എടുത്തിട്ടുണ്ട്. 144 റൺസ് എടുക്കുമ്പോഴും 6 വിക്കറ്റ് നഷ്ടപ്പെട്ട് ഇന്ത്യയെ കരകയറ്റിയത് പുറത്താകാതെ നിൽക്കുന്ന 102 റൺസ് എടുത്ത് രവിചന്ദ്രൻ അശ്വിനും 86 റൺസ് എടുത്ത് രവീന്ദ്ര ജഡേജയും ചേർന്നായിരുന്നു. മുൻനിരയിലെ ആദ്യ 4 വിക്കറ്റ് എടുത്ത ബംഗ്ലാദേശ് പേസർ ഹസൻ മഹ്മൂദാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ ആക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.